ഈ മതന്യൂനപക്ഷ വിഭാഗങ്ങൾ അത് ഇപ്പൊ NDA ആയാലും UDF ആയാലും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവരുടെ പിന്തുണയൊക്കെ അവകാശപ്പെടുന്നുണ്ട്. LDFനെ സംബന്ധിച്ച് മതന്യൂനപക്ഷങ്ങളുടെ ഒരു പിന്തുണ എത്രമാത്രം പ്രതീക്ഷിക്കുന്നുണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ? ന്യൂനപക്ഷങ്ങൾ ഭയപ്പാടിലാണ്, ഉത്കണ്ഠയിലാണ്. അവരിന്ന് ആശ്വാസം കാണുന്നത് ഇടതുപക്ഷത്തിലാണ്. ഇടതുപക്ഷത്തെ CPMനെ വിശ്വസിക്കാൻ കൊള്ളൂ. മൃദു ഹിന്ദുത്വ സമീപനമാണ് കോൺഗ്രസ് സ്വീകരിക്കുന്നത്. അവർ പല പ്രദേശങ്ങളിലും അവരുമായിട്ട് അഡ്ജസ്റ്റ്മെന്റാണ്, പല കാര്യങ്ങളിലും യോജിപ്പാണ്. പൂജ നടത്താൻ നടക്കുകയാണ് കുറേ ആളുകൾ, അയോധ്യയിലേക്ക് പോകാൻ പുറപ്പെടുകയാണ് കുറേ കോൺഗ്രസ് നേതാക്കന്മാർ. എന്തോ പോവുക, പ്രാർത്ഥിക്കുകയോ എന്തോ ചെയ്തോട്ടെ, അത് അവരുടെ കാര്യം. പക്ഷേ ഇന്ത്യ ഒരു മതനിരപേക്ഷതാ രാജ്യമാണ്. ആ മതനിരപേക്ഷതാ രാജ്യത്ത് ദൈവത്തെയും വിശ്വാസത്തെയും വർഗീയവൽക്കരിച്ച് മതനിരപേക്ഷതയെ തകർക്കുന്ന BJPയുടെ നയത്തോടൊപ്പമല്ലേ അവർ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്? അതിന്റെ ഭാഗമായിട്ടല്ലേ അവരിപ്പോൾ ഈ ക്ഷേത്രങ്ങളിൽ ഈ അയോധ്യയിലേക്ക് പോകുന്നത്? അങ്ങനെയുള്ളൊരു പാർട്ടി എന്ത് മതനിരപേക്ഷത കൈകാര്യം ചെയ്യാനാണ്? അവർക്ക് എന്ത് കൈകാര്യം ചെയ്യാൻ സാധിക്കും? ഇവിടെ അയോധ്യയിൽ പോകാൻ പറ്റാത്ത കോൺഗ്രസിന്റെ നേതാക്കൾ അടുത്ത വേറെ സ്ഥലങ്ങളിൽ പോകാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. എന്ത് മതനിരപേക്ഷതയാണ് അവർക്കുള്ളത്? അവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഇന്ത്യയുടെ താൽപര്യം സംരക്ഷിക്കാനുള്ള പ്രവർത്തനങ്ങളിൽ പങ്കാളിത്തം വഹിക്കാൻ കഴിയുന്നുണ്ടോ? അവിടെ കോൺഗ്രസ് ദുർബലപ്പെടുന്നുണ്ട്, ജനങ്ങൾ ഒറ്റപ്പെടുന്നുണ്ട്. ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങളും പിന്നോക്ക ജനവിഭാഗങ്ങളുമൊക്കെ വളരെ ഭയത്തിലാണ്. വിശ്വാസികൾ ഹിന്ദുമത വിശ്വാസത്തെ തന്നെ ദുരുപയോഗപ്പെടുത്തുകയില്ലേ? ദൈവവിശ്വാസികൾക്ക് പ്രാർത്ഥിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാകുകയില്ലേ? ഇതിങ്ങനെ പള്ളിയും അമ്പലങ്ങളും ക്ഷേത്രങ്ങളുമെല്ലാം പൊളിക്കാനും തകർക്കാനും പുറപ്പെട്ടാൽ എവിടെ എത്തും? അതല്ലേ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്? രാജ്യത്ത് സമാധാനം ഉണ്ടാക്കാനാണോ? ആ മണിപ്പൂർ കൊണ്ടുപോയി നശിപ്പിച്ചില്ലേ? കാശ്മീർ കൊണ്ടുപോയി തകർത്തില്ലേ? ഇന്ത്യയുടെ വടക്കിഴക്കൻ മേഖല സംസ്ഥാനങ്ങളിൽ മുഴുവൻ പ്രശ്നങ്ങളല്ലേ? ഇന്ത്യയിൽ വടക്കേ ഇന്ത്യയിൽ നിർഭയമായി തീവണ്ടിയിൽ ആൾ യാത്ര ചെയ്യുന്നുണ്ടോ? ന്യൂനപക്ഷങ്ങൾ നിർഭയമായി യാത്ര ചെയ്യുന്നുണ്ടോ? എവിടെ എത്തിച്ചു ഇന്ത്യയെ? ഈ കോൺഗ്രസ് എവിടെയെങ്കിലും ഉണ്ടോ? എവിടെയെങ്കിലും ജനങ്ങൾക്ക് ആശ്വാസം കൊടുക്കാൻ ഈ കോൺഗ്രസ് ഉണ്ടോ? അതുകൊണ്ട് കോൺഗ്രസ് ന്യൂനപക്ഷ സംരക്ഷണമോ മതനിരപേക്ഷതയോ കാത്തുസൂക്ഷിക്കാൻ കഴിയാത്തൊരു പാർട്ടിയാണ്. അതുകൊണ്ട് അവരിലെല്ലാം അവർക്ക് പിന്നിൽ അണിനിരന്ന ന്യൂനപക്ഷ വിഭാഗങ്ങൾ തന്നെ അവരെ നകലുകയാണ്, ഇടതുപക്ഷത്തോടൊപ്പം സഹകരിച്ചു വരികയാണ്. തൃശ്ശൂരിലേക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തിയിരുന്നു. അവിടെ ഇക്കുറി വിജയിക്കുമെന്നൊരു പ്രതീക്ഷ NDA പുലർത്തുന്നുണ്ട്. ആ മണ്ഡലത്തിലൊക്കെ, അത്തരം മണ്ഡലങ്ങളിലൊക്കെ LDF എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഒരാൾക്ക് ആഗ്രഹിക്കുന്നതിന് അവരെ തടസ്സപ്പെടുത്താൻ കഴിയുമോ? മനുഷ്യൻ എന്തു ആഗ്രഹിക്കാലോ? ആ കൂട്ടത്തിലൊരാഗ്രഹം ഇത്. മനുഷ്യനിങ്ങനെ ആകാശത്തിലൂടെ പറക്കുന്നു, ആഗ്രഹിക്കാം. കടലിന് മുകളിലൂടെ നടന്നു പോകുന്നു മനുഷ്യനിങ്ങനെ വിദേശ രാജ്യങ്ങളിലേക്ക്, ആഗ്രഹിക്കാം. അത് സ്വപ്നലോകം. പ്രധാനമന്ത്രി നേരിട്ട് വന്ന് കാര്യങ്ങൾ നടത്തിയിട്ടും അല്ലെങ്കിൽ പ്രചരണം പോലെ കാര്യങ്ങൾ നടത്തിയിട്ടും പ്രയോജനമില്ല എന്ന് തന്നെയാണ് പറയുന്നത്. പിന്നെന്താ സംശയം? കേരളത്തിൽ നല്ല എഡ്യൂക്കേറ്റഡ് ആണ് കേരള സമൂഹം, അനുഭവങ്ങളുള്ളവരാണ്. അങ്ങനെയുള്ളൊരു ജനറേഷനുള്ള നാടിനെ ഒന്നും തെറ്റിദ്ധരിപ്പിക്കാനും അന്ധവിശ്വാസവും അനാചാരവും കൊണ്ട് അവരെ കീഴ്പ്പെടുത്താനും സാധിക്കില്ല എന്ന് ഈ തെരഞ്ഞെടുപ്പ് ഫലം തെളിയിക്കും. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥി പ്രഖ്യാപനം LDFന്റെ വന്നിട്ടില്ല. ഔദ്യോഗിക സ്ഥാനാർത്ഥി പ്രഖ്യാപനം വരട്ടെ, അതിനുശേഷം LDFന്റെ കാര്യങ്ങൾ എങ്ങനെയാണ് എന്ന് പ്രതികരിക്കാമെന്നാണ് LDF കൺവീനർ EP ജയരാജൻ പറഞ്ഞിരിക്കുന്നത്. എങ്കിലും അദ്ദേഹം ഒരു കാര്യം പറയുന്നു, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ സാഹചര്യമല്ല ഇക്കുറി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലുള്ളത്. അതുകൊണ്ട് ഇടതുമുന്നണി ഒരു വിജയം തന്നെ പ്രതീക്ഷിക്കുന്നു. വീഡിയോ ജേർണലിസ്റ്റ് അജി കുടുംബനൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ, ഇൻ റിപ്പോർട്ടർ, പത്തനംതിട്ട.